മനസ്സ് നന്നാകട്ടെ. ഞാൻ കീർത്തി ചന്ദ്രൻ, ടീം NSS 1037 ഒരു NSS വോളണ്ടിയറാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച 21/11/2020 രാത്രി 7 മണിക്ക് ഗൂഗിൾ മീറ്റിലൂടെ +1 വിഭാഗം വോളണ്ടിയർമാർക്കുള്ള ആക്ഷൻ പ്ലാൻ അവതരണവും ചർച്ചയും നടക്കുകയുണ്ടായിരുന്നു. ഗ്രൂപ്പ് ലീഡർമാരിലൊരാളായ ശാലു NSS ഗീതം ആലപിക്കുകയും ടീം ലീഡർമാരിലൊരാളായ ആദിത്യൻ HB സ്വാഗതം പറയുകയും പ്രിൻസിപ്പൽ ശ്രീ ഗോപകുമാർ സാർ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു. തുടർന്ന് ടീം NSS 1030 രക്ഷാധികാരിയായ ശ്രീമതി ഷീജ VS ടീച്ചർ ഒരു മാതൃകാ വോളണ്ടിയർ ആയിരിക്കണമെന്ന് എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുകയുണ്ടായിരുന്നു. ഒരു മാതൃകാ വോളണ്ടിയർ സ്വയം സന്നദ്ധ പ്രവർത്തകനായിരിക്കണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, തൻ്റെ ലൈഫിൽ അടുക്കും ചിട്ടയും പഞ്ച്വാലിറ്റിയും ഒക്കെ വേണം, കൃത്യമായി ടൈം ടേബിൾ വേണം, കൃത്യമായി രാവിലെ ഉറക്കമുണരുകയും രാത്രി ഉറങ്ങുകയും വേണം. ഈ ഒരു സാഹചര്യത്തിൽ പഠനത്തിനായി കുറേ സമയം കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. അതിൽ 5 മണിക്കൂർ കൃത്യമായി പഠനത്തിന് മാറ്റിവെച്ചിരിക്കണം. അതുകൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കണ്ടെത്തണം. ഗാർഡനിങ്ങോ മറ്റ് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള എന്താണോ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ എക്സസൈസ് കൃത്യമായി ചെയ്തിരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഷീജ ടീച്ചർ പറഞ്ഞു തരികയുണ്ടായിരുന്നത്. അടുത്തതായി ടീം NSS 1037 പ്രോഗ്രാം ഓഫീസറായ ദിലീപ് സാർ +1 NSS കുട്ടികൾക്കായി വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അവതരണമായിരുന്നു. അതിനു മുമ്പായി അവർക്ക് വേണ്ടിയിട്ടുള്ള സമയക്രമം സാർ പറയുകയുണ്ടായി. ഈ വർഷം അവർ NSSന് വേണ്ടി മാറ്റിവെക്കേണ്ടത് 120 മണിക്കൂറാണ്. 7 ദിവസത്തെ സപ്തദിന ക്യാമ്പ് കൂടാതെ അവർ NSSന് വേണ്ടി ചെലവഴിക്കേണ്ടത് 120 മണിക്കൂർ. ഈ 120 മണിക്കൂറിനെ 3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് 20 മണിക്കൂർ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടാണ്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബോധനം എന്ന പ്രക്രിയ. എന്താണ് NSSനെ അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ മനോഭാവം മാറ്റാനും പിന്നെ ഹരിതത്തിൻ്റെ ആവശ്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബോധന പ്രക്രിയ വഴി നൽകുന്നതാണ് ഈ 20 മണിക്കൂർ. അത് ചർച്ചയിലൂടെയാകാം, സെമിനാറിലൂടെയാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഇങ്ങനെയാണ് ആദ്യത്തെ 20 മണിക്കൂർ പങ്കിടുന്നത്. പിന്നെ ഈ 120 മണിക്കൂറിൽ 20 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 30 മണിക്കൂർ ക്യാമ്പസ് വർക്കാണ്. അതായത് നമ്മുടെ ക്യാമ്പസിനകത്ത് നമ്മൾ ചെയ്യേണ്ട വർക്ക്, അതാണ് ഈ 30 മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി 120 മണിക്കൂറിൽ അവശേഷിക്കുന്ന 70 മണിക്കൂർ. ഈ 70 മണിക്കൂർ നമ്മൾ ദത്ത് ഗ്രാമത്തിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ദത്ത് ഗ്രാമം എടുക്കാറുണ്ട്. നമ്മുടെ സ്കൂളിന് ചുറ്റും ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രദേശം അവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അവിടുത്തെ ഉന്നതാധികാരികളുമായിട്ട് സംസാരിച്ചിട്ട് ദത്ത് ഗ്രാമം പോലെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സോഷ്യൽ വർക്കെല്ലാം അവിടെയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ 70 മണിക്കൂർ അങ്ങനെയാണ് നമ്മൾ ചിലവിടുന്നത്. നമ്മൾ 11 പരിപാടിയാണ് നമ്മൾ ആക്ഷൻ പ്ലാനിൽ വരുന്നത്. ഈ 11 പരിപാടിയിൽ സോഷ്യൽ വർക്കായി നമുക്ക് നടത്താൻ പറ്റുന്നത് ഈ 70 മണിക്കൂറിൽ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സാറ് നമ്മുടെ NSS കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അവതരണമാണ് നടത്തിയത്. 11 ആക്ഷൻ പ്ലാനുകളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഹരിതം. വോളണ്ടിയർമാരെ പ്രകൃതിയുമായി, മണ്ണും മരവുമായി ചേർത്ത് നിർത്തുക, ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും ഉൽപ്പാദന സംസ്കാരത്തിലേക്ക് നയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിതകാന്തി. പച്ചക്കറി കൃഷി മാത്രമല്ല, മൈക്രോ ഗ്രീൻ കൃഷി, മത്സ്യകൃഷി, കോഴി വളർത്തൽ, ആട് വളർത്തൽ തുടങ്ങിയവയും ഇതിൻ്റെ പരിധിയിൽ വരും. ഓരോ വോളണ്ടിയർമാരും അവരുടെ സൗകര്യവും സാഹചര്യവും അനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. ആക്ഷൻ പ്ലാനിൽ രണ്ടാമതായി വരുന്നതാണ് ഉപജീവനം. ദത്ത് ഗ്രാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഉപജീവനം. ജീവിത ക്ലേശം അനുഭവിക്കുന്ന സാധുവായ ഒരാൾക്ക് ജീവിക്കാനുള്ള തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആക്ഷൻ പ്ലാനിൽ വരുന്ന മൂന്നാമത്തതാണ് ബോധനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് നമ്മുടെ ദത്ത് ഗ്രാമത്തിലെ അംഗൻവാടിയിൽ കൊണ്ടുപോയി അവിടെയുള്ള കുറച്ച് പാവപ്പെട്ടവരെ, കുറച്ച് വയസ്സായവരെയൊക്കെ നമ്മൾ വിളിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ബില്ലടിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ലോഷൻ നിർമ്മാണം, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനം, മദ്യനിർമ്മാർജ്ജനം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ബോധനത്തിൽ പെടുന്നതാണ്. ആക്ഷൻ പ്ലാനിൽ വരുന്ന നാലാമത്തെ കാര്യമാണ് സമദർശൻ. ലിംഗസമത്വ ബോധം വോളണ്ടിയർമാരിൽ ഉണ്ടാക്കുന്നതിനായി NSS രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് സമദർശൻ. സ്ത്രീ ഒരു വസ്തുവല്ല, വ്യക്തിയാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കി സമഭാവനയോടെ അവരെ കാണുകയും പെരുമാറുകയും ചെയ്യാൻ കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം.
ആക്ഷൻ പ്ലാനിൽ വരുന്ന 5ാമത്തെ കാര്യമാണ് കാവലാൾ. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ കെണിയിൽ സ്വയം പെടാതിരിക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. അടുത്തത് 6ാമതായി വരുന്ന പദ്ധതിയാണ് സൗഖ്യം. രക്തദാനം, നേത്രപരിശോധന, രക്തപരിശോധന, അർബുദ പരിശോധന, ആശ്വാസ ചികിത്സ തുടങ്ങിയ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൗഖ്യം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അടുത്തതായി വരുന്ന 7ാമത്തെ കാര്യമെന്ന് പറയുന്ന മാനവമാണ്. നോട്ട് മീ ബട്ട് യു. സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകളാണ് NSS മോട്ടോ. NSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ഉൾപ്പെടുത്തുവാനും അന്യനെ അപരനായി കാണാനും കരുതാനുമായുള്ള മനോഭാവം ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ആക്ഷൻ പ്ലാനിൽ വരുന്ന 8ാമത്തെ പ്രവർത്തനമാണ് പരിസര ശുചീകരണം അഥവാ ബാൽ സ്വച്ഛത. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ആരോഗ്യപൂർണമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. വോളണ്ടിയർമാരിൽ ശുചിത്വ മനോഭാവം വളർത്തുക, എല്ലാ തൊഴിലുകളോടും മാന്യതാബോധം ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരം പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആക്ഷൻ പ്ലാനിൽ വരുന്ന 9ാമത്തെ കാര്യമാണ് അക്ഷരദീപം അഥവാ അക്ഷരസ്മൃതി. പാഠപുസ്തക പഠനം വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം മാത്രമാണ്. സ്വതന്ത്രവും സ്വകീയവുമായ വായനയിലൂടെയും ചിന്തയിലൂടെയും മാത്രമേ അറിവിൻ്റെ അനന്തതയിലേക്ക് ആർക്കും എത്തിച്ചേരാനാവുകയുള്ളൂ. വോളണ്ടിയർമാരിൽ വായനാശീലമുണ്ടാക്കുക, ഗ്രന്ഥശാലകൾ നവീകരിച്ച് അക്ഷര സൗഹൃദം വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന NSSൻ്റെ മറ്റൊരു പദ്ധതിയാണ് അക്ഷരദീപം. അക്ഷരസ്മൃതി എന്ന് പറയുമ്പോഴത്തേക്കും ദത്ത് ഗ്രാമത്തിലും സമീപ പ്രദേശത്തുമുള്ള അംഗനവാടി LP സ്കൂളുകളുടെ നവീകരണമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ ചായം തേച്ച് മോടി പിടിപ്പിക്കുക, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും പഠന വസ്തുക്കളും എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചെയ്യാനാവും. അടുത്തതായി 10ാമത്തെ കാര്യമാണ് പ്രഥമ ശുശ്രൂഷ. നമ്മുടെ മുൻപിൽ ഒരു അത്യാഹിതം നടക്കുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തെന്ന് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ NSS ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രഥമ ശുശ്രൂഷ. ആക്ഷൻ പ്ലാനിൽ വരുന്ന ഏറ്റവും അവസാനത്തതും 11ാമത്തതുമായ പ്രവർത്തനമാണ് തനത് പ്രവർത്തനം. ഓരോ യൂണിറ്റും അവരുടെ സാഹചര്യവും സൗകര്യവും അനുസരിച്ച് ചെയ്യുന്ന പരിപാടിയാണ് തനത് പരിപാടി എന്ന് പറയുന്നത്. ഹെൽത്ത് ക്ലബ്ബ്, എക്സസൈസ്, ഒരു ദിവസം നമ്മൾ അരമണിക്കൂർ എക്സസൈസ് ഇതും ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ്. പിന്നെ സ്പോർട്സ്, നമ്മുടെ സ്കൂളിൽ മറ്റ് സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാ ദിവസവും 1 മണിക്കൂർ PT വേണ്ടി ചിലവിടുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് റിവ്യൂ. ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ് കേൾക്കുക, എന്നിട്ട് അത് കേട്ടിട്ട് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളൊരു റിവ്യൂ ചെയ്യുക. അതാണ് ഓൺലൈൻ ക്ലാസ് റിവ്യൂ എന്ന് പറയുന്നത്. പുസ്തക വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും നമുക്ക് ഏത് ബുക്കാണോ വായിക്കാൻ താല്പര്യമുള്ളത് ആ ബുക്ക് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും. അതാണ് പുസ്തക വണ്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ പരിപാടികൾ നമുക്ക് തനത് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹെൽത്ത് ക്ലബ്ബ്, എക്സസൈസ്, ഓൺലൈൻ ക്ലാസ് റിവ്യൂ, പുസ്തക വണ്ടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ വേണം. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കണം. നമ്മുടെ പ്രൈം എയിം എന്ന് പറയുന്നത് പഠനമാണ്. ഈ പഠനം 5 മണിക്കൂർ കൂടെ, അതായത് നമ്മൾ ഈ പഠിക്കുക, നോട്ട് എഴുതുക, ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എന്തിനു വേണ്ടി NSSന് വേണ്ടി സമയം ചിലവാക്കുക. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ മാത്രം NSSന് വേണ്ടിയിട്ട് ചിലവാക്കിയാൽ മതി. നമ്മൾ വർക്ക് ഡയറിയിൽ എഴുതി വെക്കുവാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം പാലിച്ച് ചെയ്തിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്ന് ദിലീപ് സാറ് പറഞ്ഞു തരികയുണ്ടായത്. അത് കഴിഞ്ഞിട്ട് വന്നത് ആശംസാ പ്രസംഗമായിരുന്നു. ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ടീം NSS 1037 ഗ്രൂപ്പ് ലീഡർമാരായ അരുൺ ദാസ്, ഷാലു, കീർത്തി, ആര്യ എന്നിവർ ആശംസാ പ്രസംഗം പറയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായി വരുന്ന +1 NSS കുട്ടികളിലെ ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന കർത്തവ്യമാണ് നടക്കുകയുണ്ടായത്. ലീഡർമാരാവാൻ താല്പര്യമുള്ള കുട്ടികൾ അവരവരുടെ പേര് നൽകി അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ രക്ഷാധികാരിയായ ശ്രീമതി ഷീജ ടീച്ചറും ദിലീപ് സാറും ഒക്കെ പേരുകൾ എഴുതിയെടുത്ത് അത് തീരുമാനിക്കുകയുണ്ടായി. അവസാനം +1 സയൻസ് NSSലെ ഒരു വിദ്യാർത്ഥിയായ സായിദാസിൻ്റെ നന്ദിയോടെ ഈ പ്രോഗ്രാം ഏകദേശം 9:30 അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.